തിരുവനന്തപുരം നഗരൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. CPM വെള്ളല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രതീഷ്, ബ്രാഞ്ച് സെക്രട്ടറി വിഷ്ണു എന്നിവരാണ് ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത്. സംഭവത്തിൽ 9 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. വിശദാംശങ്ങൾ രാഹുൽ ജി നാഥ് നൽകും. രാഹുൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറച്ചുപേരെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, അവർ കീഴടങ്ങിയിട്ടുണ്ട്, ഇനിയുമുണ്ട് ആൾക്കാർ കണ്ടെത്താൻ. ഒരു സംഘം ആൾക്കാരാണല്ലോ ഉണ്ടായിരുന്നത്. പോലീസ് എന്താണ് പറയുന്നത് ഈ ഘട്ടത്തിൽ? എന്തായാലും നടപടി വേഗത്തിലാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ 9 പേർക്കെതിരെ കേസെടുക്കുന്നു. ഇന്ന് രാവിലെ 2 പേർ അത്തരത്തിൽ ഹാജരാകുന്നു. ഇനി ഈ പറയുന്നത് പോലെ 7 പേർ കൂടി ഹാജരാകാനുണ്ട്. അതായത് പോലീസ് എന്തായാലും വിഷയത്തെ ഗൗരവത്തിലെടുക്കുകയാണ്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഈ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ അഭിപ്രായം പോലും രംഗത്തേക്ക് വരുന്നത്. സംഘടന ഏതാണെന്ന് സൂചിപ്പിച്ചില്ലെങ്കിൽ പോലും പോലീസുകാർ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. മുഖ്യമന്ത്രി ആവർത്തിച്ച് സൂചിപ്പിക്കുന്ന പോലീസുകാരുടെ മനോവീര്യത്തെ പറ്റി എപ്പോഴും പറയാറുണ്ട്. ആ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള നിലപാടാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ CPM DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നൊരു സംശയമില്ല. കാരണം ആ പോലീസ് ആദ്യഘട്ടത്തിലൊക്കെ സംയമനം പാലിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം ജോലിയുടെ ഭാഗമായി എത്തിയതാണ്, നോട്ടീസ് നൽകാൻ എത്തിയതാണെന്ന് പറയുമ്പോൾ തിരിച്ച് ഭീഷണിയുടെ സ്വരമാണ് ചോദിക്കുന്നത്. തനിക്ക് ആ സ്റ്റേഷനിൽ തന്നെ വീണ്ടും ഇരിക്കേണ്ട എന്ന ഒരു ധാർഷ്ട്യമാണ് പുറത്തേക്ക് വരുന്നത്. അതൊക്കെ ഏത് മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണെന്നുള്ള ചോദ്യം അത് നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, കൃത്യനിർവഹണം നടത്താൻ ഇറങ്ങുന്ന ഡ്യൂട്ടിയിലുള്ള യൂണിഫോമിലുള്ള പോലീസുകാരോട് ഇങ്ങനെ പെരുമാറാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ള ചോദ്യമൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായി ഉയർന്നു നിൽക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ നടപടിയിലേക്ക് കാര്യങ്ങൾ ഇന്നലെ തന്നെ കടന്നു. 9 പേർക്കെതിരെ അതിൽ ഏറ്റവും അത്തരത്തിലൊരു ധാർമ്മിക ബോധം ഉണ്ടാവണ്ടേ, പൗരബോധം ഉണ്ടാവണ്ടേ? അവരെ കണ്ടാണ് ബാക്കിയുള്ളവർ പഠിക്കുന്നത് എന്നും പിന്നാലെ വരുന്നവർ ഇതൊക്കെയാണ് മനസ്സിലാക്കുന്നത് എന്നും തരത്തിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകളാണ് പ്രചരിക്കുന്നത്. രാഹുൽ, അത് തന്നെയാണ് അത്ഭുതം. കാരണം ഇപ്പോൾ ഈ ഹാജരായിരിക്കുന്ന 2 പേർ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാണ്. ഒന്ന് ലോക്കൽ കമ്മിറ്റിയുടെ ചുമതലയുള്ള ആളാണ്, മറ്റൊന്ന് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ചുമതലയുള്ള ആളാണ്. രണ്ടും പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ പാർട്ടി എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ നന്മകൾ, എന്തൊക്കെ കാര്യങ്ങൾ, അതൊക്കെ പ്രചാരകരാകേണ്ട ആൾക്കാരാണ്. അതിനെ തുരങ്കം വെക്കുന്ന തരത്തിലേക്ക്, ഒരു മോശം പ്രവൃത്തിയിലേക്ക് പോകുന്നത്, അതിനെ മുഴുവനായി ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മോദി ചോദിച്ചതുപോലെ എന്ത് വികാരമാണ്, എന്ത് ആശയമാണ് ഇവരെ നയിക്കുന്നത് എന്ന ചോദ്യമാണ് ആദ്യഘട്ടം മുതൽ ഈ വിമർശകരെല്ലാം ഉന്നയിക്കുന്നത്. കാരണം പോലീസ് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ കാര്യം കൃത്യമായി പറഞ്ഞ് അതിൽ പ്രതിഷേധമുണ്ടെങ്കിൽ പ്രതിഷേധിക്കാനുള്ള വേദികൾ അവർക്കുണ്ട്, അതിനുള്ള വഴിയും അവർക്ക് അറിയാവുന്നതാണ്. അതിൽ പ്രതിഷേധം ഉന്നയിക്കാം, അല്ലെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാം. അതിനൊന്നും ശ്രമിക്കാതെ കാര്യം പറയാനുണ്ട്, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ സംവദിക്കാനുണ്ട് എന്ന് പറയാമായിരുന്നു രാഹുൽ. ആ സ്ഥാനത്താണ് ഇത്തരത്തിൽ പെരുമാറിയത്. ഏതായാലും നടപടികൾ വേഗത്തിലാവുന്നു, ഊർജിതമാകുന്നു എന്നതിലൊരു നേരിയ ആശ്വാസമുണ്ട്.